എല്ലാവർക്കും നമസ്കാരം. വണിക ജ്യോതിഷാലയത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂലൈ 12 മുതൽ 18 വരെയുള്ള വാരത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ വാരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് നക്ഷത്രക്രമത്തിൽ പൊതുവായ ഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ജനന സമയമനുസരിച്ച് വ്യത്യസ്ത നക്ഷത്രക്കാർക്ക് ഈ ഫലം വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാലും ഈ ആഴ്ച പൊതുവായി ഉണ്ടാകുന്ന ഫലം ഇവിടെ പറയാം. അശ്വതി നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗം കർമ്മങ്ങൾക്ക് വിഘ്നം കാണുന്നുണ്ട്. ബാങ്കിൽ നിന്നോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ നോട്ടീസുകളോ ജപ്തി നടപടികളോ നേരിടേണ്ടി വരും. മനസ്സിന് സുഖക്കുറവ് ഉണ്ടായേക്കാം. ബന്ധുക്കൾക്കോ മറ്റോ രോഗാരിഷ്ടതകൾ ഉണ്ടാകുന്നത് കരുതിയിരിക്കണം. വാരത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക നില കുറച്ച് മെച്ചപ്പെടും. ഭരണി നക്ഷത്രം. പ്രവർത്തനങ്ങളിൽ കാര്യലാഭമുണ്ടാകും. മനസ്സിന് സുഖം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവസരം വരും. ജോലിയിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം. വാരാന്ത്യത്തിൽ ചെറിയ വിഷയങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകാനും പ്രവൃത്തി മണ്ഡലത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾ മുഖാന്തരം ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവരാം. ഗുരുജനങ്ങളെ കണ്ടുമുട്ടാനും അവസരമുണ്ടാകാം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിന് ഈ വാരത്തിൽ നല്ല ഭക്ഷണത്തിനും പുതുവസ്ത്രങ്ങൾക്കുമെല്ലാം യോഗം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ കാര്യസിദ്ധി ഉണ്ടാവും. പൊതുജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം പ്രതീക്ഷിക്കാം. പൊതുവേദികളിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിസ്ഥലത്തിന് മാറ്റം ഉണ്ടായേക്കാം. പുതിയ അധികാരമുള്ള പദവികൾ തേടി വന്നേക്കാം. രോഹിണി നക്ഷത്രം. തൊഴിലന്വേഷകർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ദൂരദേശത്തുള്ള ബന്ധുജനങ്ങളുമായി കൂടിച്ചേരുന്നതിനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനും യോഗമുണ്ട്. ശത്രുക്കളെ പോലെ മാറി നിന്നിരുന്നവർ സൗഹൃദത്തിനായി എത്തും. രോഗികൾക്ക് രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ഈ വാരത്തിൽ യോഗം കാണുന്നുണ്ട്. മകേര്യം നക്ഷത്രം. ജോലിക്കോ ജോലി സ്ഥലത്തിനോ മാറ്റം പ്രതീക്ഷിക്കാം. അവിചാരിതമായി ധനം വന്നു ചേർന്നേക്കാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ മുടങ്ങിക്കിടന്ന ധനമിടപാടുകൾ ഉണ്ടായിരുന്നവർക്ക് റിക്കവറി നടപടികൾ നേരിടാൻ സാധ്യത കാണുന്നു. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ വളരെ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. അറിയാത്ത വ്യക്തികളാൽ ചതിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിന്നും പൂർണ്ണ സഹകരണം എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. തിരുവാതിര നക്ഷത്രം. നേത്രസംബന്ധിയായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. സ്ത്രീ സുഹൃത്തുക്കൾ മുഖാന്തരം സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. പ്രവർത്തികളിൽ പ്രതീക്ഷിക്കാത്ത വിജയം കൈവരും. പറയുന്ന വാക്കുകൾ രൂക്ഷമാകാതെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് നേതൃപദവിയിലേക്ക് ഉയരുവാൻ അവസരങ്ങളുണ്ട്. പുണർദം നക്ഷത്രം. പ്രതീക്ഷിച്ചിരിക്കാതെ അടുത്ത ബന്ധുക്കളുമായി വഴക്കിന് സാധ്യത കാണുന്നുണ്ട്. പിഴകൾ ചുമത്തപ്പെടാനോ അന്യായ ധനനഷ്ടത്തിനോ സാധ്യത കാണുന്നുണ്ട്. യഥാസമയം ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാത്തത് മൂലം വിലപ്പെട്ട കാര്യങ്ങളിൽ നഷ്ടം വന്നേക്കാം. പരിചയപ്പെടുന്ന വ്യക്തികളാൽ ചതിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തും. പൂയം നക്ഷത്രം. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം പല അബദ്ധങ്ങളും സംഭവിക്കാം. അശ്രദ്ധ മൂലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. വസ്തുക്കൾക്ക് നാശമോ കേടുപാടുകളോ സംഭവിക്കാം. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മോശമാകാതെ ശ്രദ്ധിക്കണം. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. ആയില്യം നക്ഷത്രം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ മൂലം അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാം. ജോലികൾ ചെയ്തു തീർക്കാൻ സമയം തികയാതെ വന്നേക്കാം. എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികൾക്കും ഉദ്ദേശിച്ച ഫലം ഉണ്ടാകാനിടയില്ല. സതുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിപരീത ഫലം വരുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടം നൽകും. എന്നിരുന്നാലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന കാലമാണ്. മകം നക്ഷത്രം. മനസ്സിന് സുഖം ലഭിക്കുന്ന കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. ചെറു യാത്രകൾ സന്തോഷകരമാകും. നല്ല ഭക്ഷണം ലഭിക്കുന്ന സൽക്കാരങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരും. ദൂരയാത്രകൾ പോകുന്നവർക്ക് യാത്ര ക്ലേശകരമാകാൻ സാധ്യത കാണുന്നു. നല്ല വ്യക്തികൾക്കിടയിൽ വാക്കുകൾ പറയുന്നത് ബഹുമാനിക്കപ്പെടും. പൊതുവെ മനസ്സന്തോഷാനുഭവത്തിൻ്റെ കാലമാണ് എന്ന് പറയാം. പൂരം നക്ഷത്രം.
ഏറെ നാളുകൾക്ക് ശേഷം സുഖകരമായ ഉറക്കം ലഭിക്കും. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ യോഗം കാണുന്നു. ഉത്തമ വ്യക്തികളുമായി സഹവാസം സ്ഥാപിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ അധിക ചിലവുകൾ പ്രതീക്ഷിക്കാം. പുതിയ വസ്തുവകകൾ ഗൃഹത്തിൽ വാങ്ങുന്നതിന് താൽപ്പര്യമുണ്ടാകും. എന്നിരുന്നാലും പ്രവൃത്തി മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച പോലെ ഫലസിദ്ധി ഉണ്ടാവണമെന്നില്ല. ഉത്രം നക്ഷത്രം. കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാവുന്ന കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിക്ക് സാധ്യതയുണ്ട്. ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റമോ ഓഫീസ് മാറ്റമോ പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കാനിടവരും. ഭക്ഷണക്രമത്തിലെ മാറ്റം ഉദരരോഗങ്ങൾ ഉണ്ടാകാതെ കരുതിയിരിക്കണം. പൊതുവെ ഗുണാനുഭവ കാലമാണ്. അത്തം നക്ഷത്രം. ദൂരദേശത്തുള്ള ബന്ധുക്കൾ ഗൃഹസന്ദർശനം നടത്താൻ സാധ്യതയുണ്ട്. രോഗികളായുള്ളവർക്ക് രോഗാരിഷ്ടതകളിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കാം. ധനപരമായി നേട്ടം ഉണ്ടാകുന്ന കാലമാണ്. ശത്രുക്കളായി നിന്നിരുന്നവർ പരാജയം സമ്മതിച്ച് കീഴടങ്ങും. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം ലഭിക്കും. താമസ സ്ഥലത്തിനോ ജോലി സ്ഥലത്തിനോ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. ചിത്തിര നക്ഷത്രം. ഭക്ഷണങ്ങളുടെ വിരുദ്ധത മൂലം വയറിന് അസുഖം വരാതെ കരുതിയിരിക്കണം. വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങളോ വസ്തുവകകളോ ലഭിക്കാനിടയേക്കാം. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെ എളുപ്പത്തിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം തനിയെ ഒഴിഞ്ഞു പോകും. വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് കേടുപാട് വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാനിടയുണ്ട്. ചോതി നക്ഷത്രം. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കാനിടവരും. അശ്രദ്ധ മൂലം വിലപ്പെട്ട വസ്തുക്കൾ കൈമോശം സംഭവിക്കാനോ കേടുപാടുകൾ വരാനോ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വാദസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. വിശാഖം നക്ഷത്രം. ഭയന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ അവിചാരിതമായി സംഭവിക്കാനിടയുണ്ട്. രക്തദൂഷിതമായ രോഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കരുതിയിരിക്കണം. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. മറവി മൂലം വസ്തുവകകൾ കൈമോശം വരാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുമായി പിണങ്ങാനും ഇടവരും. പൊതുവേദിയിൽ അപമാനിതരാകാനുള്ള സന്ദർഭം കരുതിയിരിക്കണം. അനിഴം നക്ഷത്രം. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടും. അർഹതപ്പെട്ട ധനം അനുഭവിക്കാൻ യോഗം കാണുന്നു. കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാവും. അഗ്നി കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. ഗുരുതരമായ രോഗങ്ങളിൽ ചികിത്സയിലുള്ളവർ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. തൃക്കേട്ട നക്ഷത്രം. പൊതുവേദികളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഈ വാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സ്വസാമർഥ്യം കൊണ്ട് പ്രവൃത്തികളിൽ വിജയം കൈവരിക്കാമെങ്കിലും ചില ചിന്തകൾ മാനസികമായ പിരിമുറുക്കം വർദ്ധിപ്പിക്കും. വാരാന്ത്യത്തിൽ മനസ്സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കും. കാത്തിരുന്ന കാര്യങ്ങളിൽ വിജയം സുനിശ്ചിതമാകും. മൂലം നക്ഷത്രം. മനസ്സ് ദുർബലപ്പെടാനും ദുഃഖാർത്ഥമായിരിക്കുവാനുമുള്ള സന്ദർഭങ്ങൾ വന്നുപെട്ടേക്കാം. ജലജന്യമായ കാരണങ്ങളാൽ വയറിന് അസുഖം ഉണ്ടാകാനിടയുണ്ട്. അവിചാരിതമായി ധനലാഭം ഉണ്ടാകാൻ ഇടയുണ്ട്. ധർമ്മകാര്യങ്ങളിൽ പണം ചിലവാക്കിയിരുന്ന വകയിൽ നനച്ചിരിക്കാതെ ഭാഗ്യം വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം യാത്രകൾ മാറ്റിവെക്കാൻ ഇടവന്നേക്കും. യാത്ര ചെയ്യുന്നവർ വഴിയിൽ കുടുങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ വേണ്ടപ്പെട്ടവരോട് കലഹിക്കാനിടയുണ്ട്. പൂരാടം നക്ഷത്രം. ഈ ആഴ്ച ആരോഗ്യം അത്ര ശുഭകരമായിരിക്കയില്ല. അസൂയാലുക്കളാൽ പ്രകോപിതരായി സംസാരിക്കാൻ ഇടയുണ്ട്. യാത്രകൾക്ക് വിഘ്നം ഉണ്ടാകും. ചില കാര്യങ്ങളിൽ ദൈവാനുഗ്രഹം വന്നു ഭവിക്കും. ദുഃഖകരമായ വാർത്തകൾ കേൾക്കാനും ഇടവരും. സുഹൃത്തുക്കൾ മുഖാന്തരം സന്തോഷം വർദ്ധിക്കും. ഉത്രാടം നക്ഷത്രം. ജോലിയുള്ളവർക്ക് ഉന്നത സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം. കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വിജയം ഉണ്ടാകും. ഉദരസംബന്ധമായ രോഗങ്ങൾ കരുതിയിരിക്കണം. വീട്ടിലേക്ക് പുതിയ വസ്തുക്കൾ വാങ്ങിക്കും. സ്ത്രീകൾ മുഖാന്തരം ഗുണാനുഭവം സിദ്ധിക്കും. തിരുവോണം നക്ഷത്രം.
ആഭരണങ്ങൾ നിമിത്തമായി സന്തോഷം ഉണ്ടാകും. വീട്ടുപകരണങ്ങൾ അവിചാരിതമായി എത്തിച്ചേരും. ബുദ്ധിസാമർഥ്യവും വാക് സാമർഥ്യവും കൊണ്ട് അനുഭവം ഗുണകരമായി ഭവിക്കും. ദാമ്പത്തിക ബന്ധത്തിൽ അനുകൂല കാലമാണ്. പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും. അവിട്ടം നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗം ചെറിയ അസുഖങ്ങൾ അലട്ടും. അനാവശ്യ ഭയം മനസ്സിൽ വരും. വാരമധ്യേ സുഖം അനുഭവപ്പെടും. കിട്ടാതിരുന്ന ധനം തിരികെ കിട്ടും. കച്ചവടങ്ങൾ ലാഭകരമായി ഭവിക്കും. കുടുംബവഴക്കുകൾ ഉണ്ടാകാതെ നോക്കണം. വീടുപേക്ഷിച്ച് പോകുവാനുള്ള മനോനില കരുതിയിരിക്കണം. ചതയം നക്ഷത്രം. ശത്രുക്കളെ നിഷ്കരുണം തോൽപ്പിക്കാൻ കഴിയും. ദുഃഖങ്ങൾ ഒരു പരിധി വരെ ശമിക്കാനും സന്തോഷത്തിനും ഇടയാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ഉലയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ മുഖാന്തരം ഉപദ്രവങ്ങൾക്കോ രോഗങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രം. യാത്രകൾ തടസ്സപ്പെടാൻ സാധ്യത കാണുന്നു. രോഗങ്ങളോ ദുഃഖങ്ങളോ ആരോഗ്യത്തെ തളർത്തിയേക്കാം. പുത്രന്മാരോട് കലഹിക്കാനിടവരും. അത് കുടുംബത്തിൽ മനസമാധാനം തകർക്കാൻ കാരണമാകും. വീടുപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായാലും അതിശയപ്പെടാനില്ല. ശത്രുക്കളെ കരുതിയിരിക്കണം. ധനപരമായി അല്പം നേട്ടം പ്രതീക്ഷിക്കാം. ഉത്രട്ടാതി നക്ഷത്രം. ധനപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശരീരത്തിന് സൗഖ്യം കുറയാൻ ഇടവരും. കുടുംബ ബന്ധങ്ങളിൽ മെച്ചപ്പെട്ട സമയമാണ്. പുതിയ വീട് വാങ്ങുന്നതിനെപ്പറ്റിയോ നിർമ്മിക്കുന്നതിനെപ്പറ്റിയോ കുടുംബാംഗങ്ങളുമായി ആലോചിക്കും. ശത്രുക്കളാലുള്ള ഉപദ്രവം ഉണ്ടാകാം. രേവതി നക്ഷത്രം. കാര്യവിജയമുണ്ട്. ചില വിഷയങ്ങളെപ്പറ്റി ആലോചിച്ച് ഭയം ഉണ്ടായേക്കാം. യാത്രകൾക്ക് തടസ്സമുണ്ടാവാൻ സാധ്യത കാണുന്നു. ചിലരുടെ പ്രവൃത്തികൾ മനസ്സിന് അസ്വസ്ഥത ഉളവാക്കും. വിവാഹിതരായവർക്ക് സന്താനഭാഗ്യം കാണുന്നു. പ്രതീക്ഷിച്ചിരുന്ന പുതിയ വീട് ലഭിക്കാനിടയുണ്ട്. മെച്ചപ്പെട്ട കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാം.